എന്ത് തോന്നിപ്പം ഒരു ഈ ടൈമിൽ റിലീസ് ആപ്റ്റാണെന്ന് തോന്നുന്നുണ്ടോ? റിലീസ് ആപ്റ്റ് ആണെന്ന് അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എക്സാം ടൈമാണ്, നോമിൻ്റെ സമയം കൂടിയുണ്ട്. ആളുകൾ തിയേറ്ററിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ വളരെയധികം ഹാപ്പിയാണ്. നമ്മളവിടെ ഒരു സക്സസ് സെലിബ്രേഷൻ വന്നതാണ്. പിന്നെ ഒരു കേക്ക് മുറിയൊക്കെ ഉണ്ട്. അപ്പോൾ പരിവാറിന് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് ഇപ്പോൾ എല്ലായിടത്തും. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ലീഡ് റോൾ അഭിനയിച്ച ആദ്യത്തെ സിനിമയാണ്. ഞാനാണെങ്കിലും ഭാഗ്യമാണെങ്കിലും. അപ്പോൾ അതിൽ നല്ലൊരു പ്രേക്ഷക പ്രശംസ കിട്ടുന്നതിലും ആൾക്കാരൊക്കെ തിയേറ്ററിൽ വന്ന് പടം ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്തു. അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു 10 മൈൽ പോയി ഷോ കഴിയുമ്പോൾ ഒരു കേക്ക് കട്ടിങ് ഒരു ആഘോഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ അങ്ങനെ വെയിറ്റിംഗ് ആണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നല്ല നല്ല റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. നമ്മളിത് പടം തിയേറ്ററിലേക്ക് ഇറക്കുമ്പോൾ നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. അതായത് ഒരു 90s വൈബിലൊക്കെയുള്ള പഴയ നല്ല നല്ല കുടുംബ ചിത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഒന്നുകൂടെ അങ്ങനെ ഒരു സിനിമ വീണ്ടും റീവാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ തിയേറ്ററിലേക്ക് ഈ സിനിമകൾ കൊണ്ടുവന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അത് ആൾക്കാർ ഏറ്റെടുത്തതിലും അത് ആസ്വദിക്കുന്നതിലും ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നതിലൊക്കെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അത് അപ്പോൾ നമുക്ക് ഇറങ്ങി വരുമ്പോൾ അവർ പറയുന്ന കമൻസും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ പഴയ ഒരു ജഗദീഷ് ചേട്ടനെ ആണെങ്കിലും ഇന്ദ്രൻ ചേട്ടനെയൊക്കെ ആണെങ്കിലും പഴയൊരു വില്ലേജ് സ്റ്റൈലിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നോയമ്പും എക്സാം ടൈമൊക്കെ ആണല്ലോ, ഒരു പ്രതിസന്ധി ഘട്ടമാണ്. പക്ഷെ എന്നാൽ പോലും ഈ സമയത്തും നമ്മുടെ സിനിമ ആൾക്കാർ അറിഞ്ഞ് നല്ല റിപ്പോർട്ട് അറിഞ്ഞിട്ട് ആൾക്കാർ വരുന്നുണ്ട് തിയേറ്ററിലേക്ക്. ഒരു ഹൗസ്ഫുൾ ഷോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും. അപ്പോൾ അതിലൊക്കെ ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. വീട്ടിലെന്താ വിളിക്കുക? മലയാള സിനിമയിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ണിന്നാണ് വിളിക്കാറ്. നീയും വിളിച്ചോ? അപ്പം ഉണ്ണി പരിവാറിനെ കുറിച്ചിട്ടൊന്ന് എന്താ പറയാനുള്ളത്? പരിവാർ ഇപ്പോൾ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റെസ്പോൺസ് ആണ്. ആദ്യം കുറച്ച് മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടിയെങ്കിൽ ഇപ്പോൾ നല്ല റെസ്പോൺസസ് വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് തന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നല്ല അഭിപ്രായം. ഓക്കെ. ഫ്രണ്ട്സൊക്കെ വിളിച്ചോ? കണ്ടിട്ട് ഹാപ്പിയാണല്ലേ? ഉണ്ണി വ്ളോഗ്സിന് നല്ല ഒരു ലെങ്തി റിവ്യൂ ഒക്കെ കിട്ടിയിട്ടാണ് സന്തോഷം. ഓക്കെ. ഞങ്ങൾ സിംഗിളാണ്. ആരും എടുക്കരുത് പ്ലീസ് പ്ലീസ്. ഇത് ഇന്ത്യൻ സിനിമ ഗാലറി അറിയോ? നീ പരിചയപ്പെടുത്തല്ലേ? എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ ഉള്ള റെസ്പോൺസ്? എങ്ങനെയുണ്ട്? കോഴിക്കോട്, എൻ്റെ നാട് കോഴിക്കോടാണ്. അവിടെ നല്ലോണം ഓടുന്നുണ്ട്. സോ വളരെയധികം ഹാപ്പിയാണ്. എന്നാലും ഇപ്പം എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ പോയി കണ്ടു. അപ്പം ഹൗസ്ഫുൾ ആണെന്നാണ് പറഞ്ഞത്. സോ വെരി ഹാപ്പി. മലയാളത്തിലെ ഭാഗ്യ നടിയാണ് ഭാഗ്യ എന്നൊക്കെ പറയുന്നത്. ആരാ പറയുന്നത്? അല്ല ഞാൻ തന്നെ. അതിന് ആദ്യ സിനിമ തന്നെ അല്ലേ? ഇല്ല ഇല്ല. കോഴിക്കോടായിട്ട് കോഴിക്കോട് സ്ലാങ് ഒന്നും വരുന്നില്ലല്ലോ. അതിങ്ങനെ ഒരു സ്ഥലം മാറുമ്പോൾ സ്ലാങ് മാറും. അതാണ് പ്രശ്നം. ഇനിയിപ്പോ വണ്ടിയിൽ കൊച്ചി പോയി വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേറെ സ്ലാങ് ആര് സംസാരിക്കുന്നു അതും പോലെ ഇരിക്കും. എന്തെങ്കിലും സംസാരിക്കും. പാലക്കാടൊക്കെ സംസാരിക്കും. അപ്പോൾ ആള് മാറ്റി സംസാരിക്കും. കൂട്ടുകാരൊക്കെ വിളിച്ചോ? അങ്ങനെ? ഓ വിളിച്ചു. സ്കൂളിലൊക്കെ പഠിച്ച ഒരുപാട് പേര് വിളിച്ചു. എല്ലാവരും കാണാൻ പോയി. അതെ. ഈ നമ്മുടെ തിയേറ്ററിന്റെ ഒക്കെ ഫ്രണ്ടിലേ പോസ്റ്ററിലൊക്കെ ഫോട്ടോ കാണുമ്പോൾ എങ്ങനെയുണ്ട് സംഭവം? അതെ, ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. സോ വെരി എക്സൈറ്റഡ്. ഇപ്പൊ കാണുമ്പോൾ പോയി ഫോട്ടോ എടുക്കും. ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളൊക്കെ കണ്ടോ? എല്ലാരും കണ്ടു. ഓക്കെ, എന്നാ ഓൾ ദി ബെസ്റ്റ്. തുടരെ പടങ്ങൾ കിട്ടട്ടെ. താങ്ക് യു. ഞങ്ങളുടെ PR വന്നിട്ടുണ്ട്. സംസാരിക്കും. സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവര് കുറച്ച് അവരുടെ മീറ്റർ കുറച്ച് താഴ്ത്തി ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്. അത് ഒരിക്കലും മോശമായിട്ട്
ഉറപ്പാണ്. ചട്ടം കൂടി കൊള്ളിട്ടാണ് ഇരിക്കുന്നത്. അർജുന